കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം 12ാം സ്കന്ധം തൃതീയോധ്യായം. പിന്നെ തൃതീയാധ്യായം നമ്മൾ 33ാമത്തെ ശ്ലോകം ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞത്, 4 ആശ്രമങ്ങളിലുള്ളവരൊന്നും, അതായത് ബ്രഹ്മചര്യത്തിലും ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരും വാനപ്രസ്ഥത്തിലുള്ളവരും സന്യാസിയായിട്ടുള്ളവരും ഒന്നും അവന് വിഹിതമായിട്ടുള്ള ധർമ്മങ്ങളൊന്നും ആചരിക്കാതെ ആയിത്തീരും. വലിയ അത്യാഗ്രഹികളും ഒക്കെ ആയിത്തീരും ഈ കലികാലത്ത്. ഒരാശ്രമത്തിലുള്ളവരും എന്താണ് അവനവൻ്റെ ധർമ്മമൊന്നും പരിപാലിക്കില്ല. ഇനിയും സ്ത്രീകളുടെ സ്വഭാവത്തിനെ പറ്റി പറയുകയാണ്. ഹസ്വകായ മഹാഹാര ഭൂര്യപത്യാഗതഹ്രിയ ശശ്വത് കടുകഭാഷിന്യശ്ചൗര്യമായോരു സാഹസാഹ. എന്താണ് 34 പറഞ്ഞാൽ എന്താണ്, 34 സ്ത്രീയ ഹസ്വകായാഹ, സ്ത്രീകൾ ഉയരം കുറഞ്ഞവരാവും. ഹസ്വകായ അതായത് ഉയരം കുറഞ്ഞവരാണ്. ശരീരം ഹ്രസ്വമായത് പറഞ്ഞാൽ എന്താ, ചെറുത്, അതിവരില്ലാത്തവരെ. മഹാഹാരാഹ, ആഹാരം അധികം ഭക്ഷിക്കണവരെ. മഹാഹാരം കണ്ടാൽ ഉയരം ഉണ്ടാവില്ല, കുറേ ഭക്ഷണം കഴിക്കും. ഭൂര്യപത്യാഹ, പിന്നെയും അനവധി കുട്ടികളുണ്ടാവും. ഗതഹ്രിയ, ലജ്ജയില്ലാത്തവരും. ശശ്വത് കടുകഭാഷിണ്യ, എപ്പോഴും ദേഷ്യമായിട്ട് സംസാരിക്കുന്നവരും. പിന്നെയോ ചൗര്യമായൊരു സാഹസാഹ, ചൗര്യം ചാൽ കളവ് അല്ലേ. ചൗര്യമായൊരു സാഹസാഹ എന്ന് പറഞ്ഞാൽ പിന്നെ കളവും കള്ളത്തരവും കാപട്യവും വലിയ സാഹസികളും ഒക്കെ ആയിത്തീരും സ്ത്രീകൾ. അതായത് ആ ഫെമിനിനിറ്റിയൊക്കെ നഷ്ടപ്പെടും. സ്ത്രീകൾ വിൽ നോ മോർ ബി ഫെമിനിൻ. അതാണ്, അങ്ങനെയാണ് പറയുന്നത് അല്ലേ ഇതിൽ. അതായത് കണ്ടാൽ ഉയരം കുറഞ്ഞവരാവും, ഒരുപാട് ഭക്ഷണം കഴിക്കും, പിന്നെ ലജ്ജയില്ലാത്തവരാവും, അനവധി കുട്ടികളുണ്ടാവും, പിന്നെ എല്ലാറ്റിനും മറുത്ത് സംസാരിക്കും, പിന്നെ കള്ളത്തരത്തിനും കാപട്യത്തിനൊന്നും വിഷമമില്ലാണ്ടാവും, പിന്നെ എന്താണ് വലിയ അഡ്വഞ്ചറസ് ആവും. അങ്ങനെയൊക്കെ ഒരു ഫെമിനിറ്റി നഷ്ടപ്പെടുകയല്ല അവരുടെ അങ്ങനത്തെ സ്ത്രീകളാവും കലികാലത്തിലെന്ന്. ഹസ്വകായ മഹാഹാരോ, ഒരുപാട് ആഹാരം. മഹാഹാരോ ഭൂര്യപത്യാഗതഹ്രിയ ശശ്വത് കടുകഭാഷിന്യശ്ചൗര്യമായോ ഒരു സാഹസാഹ. ഇനി 35. പണയിഷ്യന്തി വൈ ക്ഷുദ്രാഹ കിരാടാ കൂടകാരിണഃ അനാജദ്യപി മംസ്യന്തേ. അല്ല, എന്താണ് അതൊരു തെറ്റുള്ളത്, അനാപദ് എന്നാണ്. അനാപദ്യപി മംസ്യന്തേ വാർത്താം സാധു ജുഗുപ്സിതാം ക്ഷുദ്രാഹ കിരാടാഹ. അതായത് ക്ഷുദ്രന്മാരായിട്ടുള്ള, നീചന്മാരായിട്ടുള്ള, കിരാടൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, കൂടകാരിണഹ അതായത് കള്ളത്തരം ചെയ്തിട്ട്, പണയിഷ്യന്തി എല്ലാ പിന്നെ ഈ വാങ്ങിയും വിൽക്കുകയൊക്കെ കള്ളത്തരം കാണിക്കും. ആര്? കച്ചവടക്കാർ, നീചന്മാരായിട്ടുള്ള കച്ചവടക്കാർ. അതായത് കളവന്നെ, അതായത് സത്യമൊക്കെ ഇല്ലേണ്ടേ പോയല്ലേ. സർവേ ജനാഹ അനാപദ്യപി ജുഗുപ്സിതാം, അതായത് എല്ലാ ജനങ്ങളും അനാപദ്യപി ചെന്ത, ആപത്തില്ലാത്ത കാലത്തും, ആപത്ത് കാലത്ത് എന്തെങ്കിലും ഒന്നും അരുതാത്തൊരു കാര്യം ചെയ്തു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ല, ആപത്തൊന്നും ഇല്ലാത്ത കാലത്തും ജുഗുപ്സിതാം, അതായത് ലജ്ജ തോന്നിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി. വാർത്താം സാധു മംസ്യന്തേ, അങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നത് സാധാരണയാവും. അതൊന്നും സാരില്ല എന്നവൻ നനയ്ക്കാവും. ആപത്തില്ലാത്ത കാലത്തും അരുതാത്ത കാര്യങ്ങൾ, അവിഹിത കർമ്മങ്ങളൊക്കെ ആപത്തില്ലെങ്കിലും ചെയ്യും. അതൊക്കെ സാധാരണയാവും. അത് നോർമലൈസ് ചെയ്യും. അതാണ് കലികാലത്തിലേ. എന്താ പറഞ്ഞാൽ കച്ചവടക്കാരൊക്കെ വലിയ കള്ളന്മാരാണ്. അവർ ലാഭം ഉണ്ടാക്കാൻ നോക്കിയിട്ട് മാത്രം വാങ്ങലും ക്രയവിക്രയമൊക്കെ ചെയ്യണു.
പിന്നെയോ പിന്നെ ജനങ്ങളും എല്ലാ ജനങ്ങളും തന്നെ, അതായത് പൊതുവിൽ തന്നെ ഈ മോറൽ വാല്യൂസ് കുറയുകയാണ്. എല്ലാ ജനങ്ങളും തന്നെ ആപത്തില്ലാത്ത കാലത്തും കൂടിയും അരുതാത്ത അവിഹിത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ നോർമലാണെന്ന് വരുത്തി തീർക്കും. അതൊക്കെ ശരിയാണെന്നും കൂടിയും പറയേ. അത് നമ്മൾ ഇതിനു മുമ്പേ എവിടെയോ പറഞ്ഞുവല്ലോ ഭാഗവതത്തിൽ തന്നെ. അതായത് പിന്നെ കലികാലത്തിൽ അധർമ്മം ചെയ്തിട്ട് അത് ധർമ്മമാണെന്ന് വാദിക്കും. അപ്പം നമുക്ക് കേൾക്കണവർക്ക് അറിവില്ലാത്തവർക്ക് അത് ധർമ്മം തന്നെ തോന്നി. അങ്ങനെ ധർമ്മമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും അവനവൻ ചെയ്യുന്ന അധർമ്മത്തിനെ. കലികാലത്തിൽ നിന്ന് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് അപ്പോൾ പണയിഷ്യന്തി വൈ ക്ഷുദ്രാഹ കിരാട കൂടകാരിണ അനാപദ്യഭിമംസ്യന്തേ വാർത്താം സാധു ജുഗുപ്സിതാം. അങ്ങനെ നോർമലൈസ് ചെയ്യും ചീത്ത പെരുമാറ്റങ്ങളൊക്കെ കേട്ടോ. പതിം ത്യക്ഷ്യന്തി നിർദ്രവ്യം ഭൃത്യ അപ്യഖിലോത്തമം ഭൃത്യം വിപന്നം പതയഃ കൗലം ഗാശ്ചാപയസ്വിനി. അപ്പോൾ ഭൃത്യാഹ അഖിലോത്തമമപി, അതായത് ഭൃത്യന്മാർ നല്ല സർവശ്രേഷ്ഠനാണെങ്കിലും നിർദ്രവ്യം പതിം ത്യക്ഷ്യന്തി. ഭൃത്യന്മാർ പിന്നെ എന്താണ്, നല്ല ഭൃത്യന്മാരാണെങ്കിൽ പോലും ഈ പിന്നെ എന്താണ് യജമാനൻ ദരിദ്രനാണെങ്കിൽ, നിർദ്രവ്യം ചെന്ത ദാരിദ്ര്യമുള്ള, ധാരാളം പൈസ ഇല്ലാത്ത, ധനമില്ലാത്ത. അപ്പോൾ നല്ല പിന്നെ ഭൃത്യന്മാർ പോലും യജമാനൻ നിർധനനായി എന്ന് കണ്ടാൽ ഉപേക്ഷിക്കുന്ന, അതായത് നല്ല പൈസക്കുള്ളപ്പോൾ ഓച്ഛാനിച്ച് നിൽക്കും. പക്ഷേ നിർധനനാണ് തൻ്റെ യജമാനൻ എന്തെങ്കിലും കാരണം കൊണ്ട് പണം നഷ്ടപ്പെട്ട് നിർധനനായോ, ആ നിമിഷം എല്ലാ ലോയൽറ്റിയും പോയി ആ നിമിഷം ഉപേക്ഷിക്കുന്ന. അതായത് ശരിക്കും പറയാച്ചാൽ ലോയൽറ്റി ഇല്ല. ആ ഒരു ലോയൽറ്റി ഇല്ല. അങ്ങനെയാണ് ഭൃത്യന്മാരൊക്കെ. ഭൃത്യന്മാർക്ക് ലോയൽറ്റി ഇല്ല, പൈസയ്ക്ക് വേണ്ടി മാത്രം. പതയഃ വിപന്നം, പിന്നെ അതായത് വിപന്നം കൗലം ഭൃത്യം ച. അതുപോലെ തന്നെ യജമാനന്മാരും അതെ, ഈ തനിക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്ന പിന്നെ ഭൃത്യന്മാർക്ക് വല്ല രോഗോറ്റ വന്നു വെച്ചാൽ, പണിയെടുക്കാൻ വയ്യാതായിട്ടുള്ളൊരവസ്ഥ ഭൃത്യന് വന്നു വെച്ചാൽ യജമാനന്മാർ കൗലം ഭൃത്യം ച, പിന്നെ എന്താണ്, എത്രയോ കാലം പിന്നെ സേവിച്ചതാണെങ്കിലും ഉപേക്ഷിക്കും. അപയസ്വിനീഹി ഗാശ്ച, ജനങ്ങൾ എന്ത് ചെയ്യും, കറവ പറ്റിയ പശുക്കളെ ഉപേക്ഷിക്കും, കൊല്ലാൻ കൊടുക്കും. ഇതൊക്കെയാണ് കലികാലത്തിൽ നിന്ന്. എത്ര ശരിയാണെന്നൊക്കെ അല്ലേ, ഇതൊക്കെ ശരിക്കും വരികയല്ലേ. അതായത് ഭൃത്യന്മാർക്ക് യജമാനന്മാരോട് കൂറില്ല, ലോയൽറ്റി ഇല്ല. യജമാനന്മാർക്ക് ഭൃത്യന്മാരോട് ലോയൽറ്റി ഇല്ല, കൂറില്ല. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണെന്ന് വെച്ചാൽ ദണ്ണം വന്നാൽ ഉപേക്ഷിക്കാൻ പാടുമോ? എത്രയോ കാലം നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ രോഗം കൊണ്ട് ജോലി എടുക്കാൻ വയ്യാണ്ട് ചെയ്യാൽ ഒരു സഹായവും ചെയ്യാതെ അയാൾ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ബോത്ത് വേയ്സ് വളരെ തെറ്റായിട്ടുള്ളതാണ് ഭൃത്യന്മാരും യജമാനന്മാരും ഈ കലികാലത്ത് ചെയ്യുക. പിന്നെയോ കറവ പറ്റി പശു അത്രയും കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പ്രസവിച്ച കുട്ടിയൊക്കെ അയക്കാൻ, ചിലപ്പോൾ അത്രയും കാലം നമുക്ക് പാല് തന്ന് നമ്മളെ ചാണകവും പാലും ഒക്കെ തന്നിട്ട് നമ്മളെ പിന്നെ സേവിച്ച പശുവിനെ ഒരു ദയയില്ലാതെ ഉപേക്ഷിക്കും. മീൻസ് കൊല്ലാനായിട്ടൊക്കെ കൊടുക്കും. അതാണ്, അത്ര ദയൊന്നും ഇല്ലല്ലോ. അത് പറഞ്ഞുവല്ലോ നമ്മളെ. പതിം ത്യക്ഷന്തി നിർദ്രവ്യം, അതായത് നിർദ്രവ്യം വെച്ചാൽ നിർധനൻ. ഭൃത്യ അപ്യഖിലോത്തമം, യജമാനൻ നിർധനായാൽ ഭൃത്യനുപേക്ഷിക്കും. ഭൃത്യം വിപന്നം പതയഃ കൗലം ഗാശ്ചാപയസ്വിനീഹി. എന്നാൽ ഭൃത്യന് വല്ല രോഗമൊറ്റ വന്നിട്ട് അവശനായാൽ യജമാനനും ഉപേക്ഷിക്കും. അതുപോലെ തന്നെ കറവ് പറ്റിയ പശുക്കളെ നിർദ്ദയം ഉപേക്ഷിക്കും, കൊല്ലാനൊക്കെ കൊടുക്കും. അത് പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ. ഇനി 37. പിതൃഭാതൃ സുഹൃജ്ഞാതീൻ ഹിത്വാ സൗരത സൗഹൃദ അതെന്താണ്, നനാദൃശ്യാല സംവാദ ദീനാഹ സ്ത്രൈണാഹ കലൗ നരാഹ. എന്താണ് കലൗ നരാഹ? അതായത് കലികാലത്തുള്ള
മനുഷ്യന്മാർ പിതൃ ഭാതൃ സുഹൃദ് ജ്ഞാതീൻ, അച്ഛൻ അതായത് മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരെ എല്ലാം ഹിത്വ വിട്ടിട്ട് സൗരത സൗഹൃദാഹ വെറും ഈ വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗഹാർദ്ദം പാലിക്കുന്നവരും, പിന്നെയോ നനാന്ദസ്യാല സംവാദ, അതായത് നനാദൃശ്യാല സംവാദ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നനാദൃശ്യാല സംവാദ, അതായത് ഈ അവരെല്ലാം വിട്ടിട്ട് പറഞ്ഞില്ലേ നമുക്ക് വിഷയസുഖങ്ങൾക്കായിട്ട് സൗഹാർദ്ദമൊക്കെ സ്ഥാപിക്കും. പിന്നെയോ ഭാര്യ സഹോദരിമാർ, ഭാര്യ സഹോദരന്മാർ എന്നിവരോട് കൂടി തന്നെ എപ്പോഴും എന്താ സ്ത്രൈണാഹ ദീനാഹ, ഭാര്യയുടെ സഹോദരിമാരും ഭാര്യയുടെ സഹോദരന്മാർ ഇവരോട് കൂടി എപ്പോഴും സംഭാഷണം ചെയ്ത് സ്ത്രീലമ്പടനായിട്ട്, സ്ത്രീക്ക് അധീനനായിട്ട് ജീവിക്കുന്ന, അതായത് സ്വന്തം ബന്ധുക്കളെ മറന്ന് ഭാര്യയുടെ ബന്ധുക്കളെ സ്വന്തം ബന്ധുക്കളായി കണ്ട് ഭാര്യയ്ക്ക് അധീനനായി ജീവിക്കുന്ന ആണുങ്ങൾ പലരും. അതാണ് പറഞ്ഞത്, കലികാലത്ത് പല പുരുഷന്മാരും, ധാരാളം പുരുഷന്മാർ സ്വന്തം കുടുംബത്തിനെയും അച്ഛനമ്മമാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും അവഗണിച്ച് ഭാര്യയുടെ സഹോദരന്മാരെയും ഭാര്യയുടെ ബന്ധുക്കളുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തിയും അവരെ അധികം പ്രധാനമായിട്ട് തീരുകയും ചെയ്യും. പിതൃഭാത് സുഖജ്ഞാതീൻ ഹിത്വാ സൗരത സൗഹൃദ നനന്തൃസ്യാല സംവാദ ദീനാസ്ത്രൈണാഹ കലൗ നരാഹ. അതാണ് പിന്നെ പറഞ്ഞത്, അതായത് സ്ത്രീക്ക് അധീനനായിട്ട്, സ്ത്രീ പറയണത് മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവിക്കുന്ന ശൂദ്രാഹ, അതായത് സ്വന്തം ഫാമിലിയെ മറക്കാൻ തക്കോണം സ്ത്രീക്ക് അധീനായ ഒന്നല്ലല്ലോ. ശൂദ്രാഹ പ്രതിഗ്രഹീഷ്യന്തഃ, ശൂദ്രാഹ പ്രതിഗ്രഹിഷ്യന്തി എന്നാണ് കേട്ടോ. ശൂദ്രാഹ പ്രതിഗ്രഹിഷ്യന്തി തപോവിദ്യോപജീവിന ധർമ്മം വക്ഷ്യന്ത്യധർമ്മജ്ഞ അധിരുഹ്യോത്തമാസനം. എന്താണ് പറയണത്? ശൂദ്രാഹ തപോവേഷോപജീവിന പ്രതിഗ്രഹിഷ്യന്തി. ശൂദ്രന്മാർ തപസ്വികളുടെ വേഷം കെട്ടിയിട്ട് ഉപജീവനത്തിന് വേണ്ടി ശ്രമിക്കും. അതായത് ശൂദ്രന്മാർ സന്യാസിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട്, സന്യാസിന്നോ അല്ലെങ്കിൽ വലിയ തപസ് ചെയ്യണ ആളാണ് നമുക്ക് സന്യാസി എന്ന് പറയാൻ പാടെ. ശൂദ്രന്മാർ വെറുതെ വേഷം കെട്ടുകയാണ്, വലിയ സന്യാസിയാണെന്ന് നടിച്ച് വേഷം കെട്ടി. എന്തിന്? ഉദരനിമിത്തം ബഹുകൃത വേഷം. അത് കലികാലത്തുണ്ടാവും. അധർമ്മജ്ഞാഹ ഉത്തമാസനമാധിരുഹ്യ, അതായത് ധർമ്മം അറിയാത്ത ആൾ, അധർമ്മി, ഞാൻ എല്ലാം അറിയണ ആളാണ്, ഞാനൊരു ഗുരുവാണെന്നുള്ള ഭാവത്തിൽ കേമായിട്ടുള്ള ആസനത്തിലിരുന്നിട്ട് ധർമ്മം വക്ഷ്യന്തി, മറ്റുള്ളവർക്ക് ധർമ്മം ഉപദേശിക്കും. അധർമ്മിയാണ് കേട്ടോ. അധർമ്മി താൻ ഗുരുവാണെന്നുള്ള നടിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ധർമ്മം ഉപദേശിക്കുകയാണെന്ന് വെച്ച് ധർമ്മം അറിയില്ലെങ്കിലും അത് ഉപദേശിക്കാൻ പുറപ്പെടും, അറിയാത്ത കാര്യം. അത് രണ്ടുമാണ് അപ്പം ഇതിൽ പറഞ്ഞത്. എന്താണ്? ശൂദ്രന്മാർ തപസ്വികളായിട്ട് വേഷം കെട്ടി ആൾക്കാരെ ചതിച്ച് അവനവൻ്റെ ഉദരപൂരണത്തിന് വേണ്ടി ശ്രമിക്കും. പറഞ്ഞു പറ്റിച്ചിട്ടും ഒക്കെ. പിന്നെന്താ പറഞ്ഞ വെച്ചാൽ അധർമ്മിയായിട്ടുള്ള ആൾക്കാർ വലിയ ധർമ്മസ്വരൂപന്മാരാണെന്ന് ഭാവിച്ച് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തൊക്കെ ഇരുന്ന് ആൾക്കാർക്ക് അവനവനെ അറിയാത്ത ധർമ്മമൊക്കെ ഉപദേശിക്കും. ശൂദ്രാഹ പ്രതിഗ്രഹിഷ്യന്തി തപോവിദ്യോപജീവിന ധർമ്മം വക്ഷ്യന്ത്യധർമ്മജ്ഞ അധിരുഹ്യോത്തമാസനം നിത്യമുദ്വിഗ്നമനസോ ദുർഭിക്ഷകരകർഷിതാഃ
നിരന്നേ ഭൂതലേ രാജന്നനാവൃഷ്ടിഭയാതുരാഹ വാസോന്നപാനശയന വ്യവായസ്നാനഭൂഷണൈ ഹീനാ പിശാചസന്ദർശാ ഭവിഷ്യന്തി കലൗ പ്രജാഹ. 39-40 ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഹേ രാജൻ, പരീക്ഷിത മഹാരാജാവേ, കലൗ പ്രജാഹ, കലികാലത്ത് പ്രജകൾ ദുർഭിക്ഷകര കർഷിതാഹ, അതായത് ദുർഭിക്ഷ പറഞ്ഞ ധാരാളം സാധനങ്ങളില്ലാതെ വരിക, ക്ഷാമം. പിന്നെയോ നികുതി, കരം, നിർഭിക്ഷ കര, അതായത് പിന്നെ ഈ സാധനങ്ങൾ മഴയൊക്കെ കുറഞ്ഞിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ക്ഷാമം ഉണ്ടാവും. നികുതി, അപ്പം നികുതി അടയ്ക്കാൻ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ഈ ഗവൺമെൻറ് ഭരണാധികാരികൾ അതിന് നിർബന്ധിക്കും. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കും. അതാണ് പറഞ്ഞത്, ഹേ രാജൻ, കലികാലത്ത് പ്രജകളെ ഈ ഭരണാധികാരികൾ ക്ഷാമമുള്ള കാലത്ത് നികുതി വേണമെന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കും. പിന്നെയോ നിത്യം ഉദ്വിഗ്ന മനസ്സ, അങ്ങനെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ആങ്സൈറ്റി ഉണ്ടായിട്ട്, അതായത് ഉദ്വിഗ്ന മനസ്സ എന്താ, എപ്പോഴും പിന്നെ എപ്പോഴും ഇങ്ങനെ നമുക്ക് പിന്നെ ഭയങ്കര ഉത്കണ്ഠ, എല്ലാറ്റിനും എങ്ങനെ നടത്തും കാര്യങ്ങളാണ്. അങ്ങനെ സദാ മനസ്സിനൊരു സമാധാനം ഇല്ലാതെ, നിരന്നേ വേണ്ടത്ര ഭക്ഷണം ഇല്ലാതെ, ഭൂതലേ ഭൂമിയിൽ, അനാവൃഷ്ടി ഭയാതുരാഹ, മഴയില്ലാത്തത് കൊണ്ട്, വേണ്ടത്ര മഴയില്ലാത്തത് കൊണ്ട്, വാസാദിഹീനാഹ, വസ്ത്രം, അന്നം, അതായത് ഭക്ഷണം ഒന്നും ഇല്ലാതെ, അതായത് ശരിക്കും ഇപ്പോൾ കുളിക്കാനും പിന്നെ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൽ. അതായത് വാസാദിഹീന നിരന്നേ ഭൂതലെ അനാവൃഷ്ടി ഭയാതുര വാസാദിഹീന പിശാച സന്ദർശ, അതായത് വേണ്ടത്ര സാധനങ്ങൾ, ആവശ്യമുള്ള വസ്ത്രവും ഭക്ഷണവും കിടക്കാനുള്ളതും അങ്ങനത്തെ ഒന്നും ഇല്ലാഞ്ഞിട്ട് പിന്നെ എന്താണ്, പിന്നെ അവർക്ക് വേണ്ട സമയത്ത് കുളിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് കാഴ്ചയിൽ കണ്ടാൽ പിശാച സന്ദർശ, പിശാചുകളെ പോലെ ഇരിക്കുന്ന, അത്ര മോശമാവും എന്നാണ് പറയുന്നത്. എന്താ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് വെച്ചാൽ, ഈ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. സ്വതവേ തന്നെ ഈ കലികാലത്ത് എല്ലാവർക്കും അധികം ഭയമുണ്ട് സ്വഭാവം കൊണ്ട് തന്നെ. പിന്നെ വേണ്ടത്ര മഴയൊന്നും ശരിക്കും പെയ്യാത്തതുകൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾക്കൊക്കെ ക്ഷാമാവും. അപ്പോൾ നികുതി കൊടുക്കുകയും വേണം. ഭരണാധികാരികളാണെങ്കിൽ ഇത് മനസ്സിലാക്കാതെ ഉപദ്രവിക്കും, അത് പറഞ്ഞിട്ട് കൊടുക്കാൻ സാധിക്കാത്തവരെ. അതൊന്ന്. പിന്നെ വസ്ത്രം, കഴിക്കാനുള്ള ഭക്ഷണം, കിടക്കാനുള്ള സൗകര്യം, ബാക്കിയുള്ള സുഖങ്ങൾ, കുളിക്കാനുള്ള ധാരാളം വെള്ളമുള്ള പിന്നെ ജലാശയങ്ങളോ അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളമോ എന്താ വെച്ചാൽ അത് വേണ്ടത്ര ഇല്ലാതെ വളരെ വൃത്തികേടായിട്ടൊക്കെ നടക്കേണ്ടി വരും. അപ്പോഴേ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ, വെള്ളമില്ല ഭക്ഷണമില്ല വെച്ചാൽ പിന്നെ എന്ത് സൗകര്യം ഉണ്ടാവുമല്ലേ. അപ്പോൾ അവരൊക്കെ കണ്ടാൽ പിശാചുക്കളെ പോലെ തോന്നുന്ന, അതായത് കലിയുഗം അത്രയ്ക്ക് വർദ്ധിക്കുമ്പോൾ. ഇപ്പം തന്നെ നമ്മൾ ആഫ്രിക്കയിലത്തൊക്കെ ചില ഫോട്ടോ ഒക്കെ കാണുമല്ലോ, അല്ലേ ഈശ്വര, നമുക്ക് എത്ര അങ്ങനെ എല്ലാ ദിക്കിലും ആവുമായിരിക്കും. അപ്പോഴാവും കലികാലം കഴിയാറാവുക. നിത്യമുദ്വിഗ്ന മനസോ ദുർഭിക്ഷകരകർഷിതാഹ നിരന്നേ ഭൂതലേ രാജൻ അനാവൃഷ്ടിഭയാതുരാഹ ശയനവ്യവായാസ്നാനഭൂഷണൈഃ ഹീനാഹ പിശാച സന്ദർശ ഭവിഷ്യന്തി കലൗ പ്രജാഹ. അപ്പം കണ്ടാൽ പിശാചുക്കളെ പോലെ തോന്നും, വൃത്തികേടായിട്ട് തലയും മേലും വസ്ത്രമാണെങ്കിൽ മുഷിഞ്ഞ തലയൊക്കെ ഇങ്ങനെ ചപ്പറപ്പറ അങ്ങനെയായിട്ടേ അങ്ങനെ തോന്നുന്നു പറയാച്ചാ. ഒന്നും ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല വെച്ചാൽ പിന്നെ എന്താ പിന്നെ പറ്റുകയല്ലേ ഈശ്വരാ, വല്ലാത്തൊരവസ്ഥയല്ലേ. 41 കലൗ കാകിനി കേപ്യർത്ഥേ വിഗൃഹ്യ ത്യക്തസൗഹൃദാഃ ത്യക്ഷ്യന്തി ച പ്രിയാൻ പ്രാണാൻ ഹനിഷ്യന്തി സ്വകാനബി. കലൗ, ഈ കലികാലത്ത് എന്താ ആൾക്കാർ കാകിനി കേപി അർത്ഥേ വിഗൃഹ്യ, അതായത് ഒരു 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 കോയിൻ പൈസയ്ക്ക് വേണ്ടി പോലും എങ്ങനെ കലഹിച്ച് ത്യക്തസൗഹൃദയ, സൗഹാർദ്ദം
ത്യജിച്ച് പ്രിയാൻ പ്രാണാനബി ഏറ്റവും പ്രിയപ്പെട്ട പ്രാണനെ പോലും ഉപേക്ഷിക്കുകയും കൊല്ലുക ചെയ്യും തമ്മിൽ സ്വകാനബി ഹനിഷ്യന്തി സ്വന്തം ആൾക്കാരെ പോലും കൊല്ലുകയും ചെയ്യുന്നു എന്ന്. അങ്ങനെയൊക്കെയാണല്ലോ എല്ലാറ്റിനും. വിശപ്പൊക്കെ വന്നാൽ എത്ര സ്നേഹം ഉണ്ടെങ്കിലും വേറൊരാൾ അത്ര വിശന്നാൽ വേറൊരാൾക്ക് കിട്ടി അത് തട്ടിപ്പറിക്കുക ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് എന്താ പറഞ്ഞു വെച്ചാൽ ഈ കലികാലത്തിൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോയിന് വേണ്ടിയിട്ട് ഇപ്പം കാഗിണിക എന്ന് പറഞ്ഞാൽ 20 കവിടി എന്നൊക്കെ പറയണ്ട അന്നത്തെ ഒരു ഇതാവും ഈ പൈസയുടെ ഇതാവും. എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാനുള്ളത് കുറച്ച് കോയിൻസിന് വേണ്ടിയിട്ട്, അത്ര ചെറിയ ഒരു ചില്ലറയ്ക്ക് വേണ്ടിയിട്ടെന്നർത്ഥം. ചില്ലറ കാശിന് വേണ്ടിയിട്ട് പോലും സ്നേഹം ഉപേക്ഷിക്കും. അതായത് സൗഹൃദം ഉപേക്ഷിച്ചിട്ട് തല്ലും. ചെറിയൊരു കുറച്ച് ചില്ലറ കാശിന് വേണ്ടി പോലും തല്ലുന്ന. എന്നിട്ടോ അവനവൻ്റെ പ്രാണനെയും ചിലപ്പോൾ അവനവൻ കൊല്ലപ്പെടും, ചിലപ്പോൾ ബാക്കിയുള്ളവരെ സ്വന്തം ആൾക്കാർ കൊല്ലുകയും ചെയ്യും. ചെറിയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയ ചില്ലറ കാശിന് വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടും തല്ലി അവനവൻ മരിക്കും, വേറെ ആളെ കൊല്ലും, സ്വന്തം ആൾക്കാരെ അങ്ങനെയൊക്കെ പ്രാണനെ ഉപേക്ഷിക്കും. ബാക്കി സ്വന്തം ജനങ്ങൾ തന്നെ ചിലപ്പോൾ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വിശപ്പ് കൊണ്ടും എന്തായാലും വധിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ മോശമാവും സ്ഥിതി. കലൗ കാകിനികേപ്യർത്ഥ വിഗൃഹ്യ ത്യക്തസൗഹൃദാഹ ചെറിയ ചില്ലറ കാശിനൊക്കെ അത്ര ക്ഷാമമുണ്ട്. ത്യക്ഷ്യന്തി ച പ്രിയാൻ പ്രാണാൻ സ്വന്തം പ്രാണനെ ചിലപ്പോൾ ത്യജിക്കേണ്ടി വരും. ഹനിഷ്യന്തി സ്വകാനബി സ്വന്തം ആൾക്കാരെ കൊല്ലും ചെയ്യേണ്ടി വരും. ന രക്ഷിഷ്യന്തി മനുജാഹ സ്ഥവിരൗ പിതരാവപി പുത്രാൻ സർവാർത്ഥ കുശലാൻ ക്ഷുദ്രാഹ ശിഷ്ണോദരംഭരാഹ. എഗെയിൻ ഈ ഉദരം നിമിത്തം അത് പറയണ്ട. എന്താ അറിയോ 42 മനുജാഹ മനുഷ്യന്മാർ സ്ഥവിരൗ പിതരാവപി ന രക്ഷിഷ്യന്തി മനുഷ്യന്മാരെ കലികാലത്ത് വൃദ്ധരായിട്ടുള്ള സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാത്തവരായിത്തീരും പലരും. കലികാലത്തിൽ സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാനുള്ള മനസ്സില്ലാത്തവരായിത്തീരും പല ജനങ്ങളും. ശിഷ്ണോദരംഭരാഹ തേ ക്ഷുദ്രാഹ സർവാർത്ഥകുശലാൻ പുത്രാനബി. മാത്രമല്ല വളരെ വിഷയലമ്പടന്മാരും വിഷയസുഖികളും അവനവൻ്റെ അരച്ചാൻ വയറിനെ നിറയ്ക്കാൻ മാത്രം നോക്കുന്നവരുമായ ആ നീചന്മാർ അതായത് അങ്കിടും പുത്രന്മാരൊന്നും വേണ്ട പോലെ നോക്കി വളർത്തൂല്ല. അങ്കിടും ഒരുപോലെ തന്നെയാവുന്നാ പറയണം. അതായത് പല ജനങ്ങളും ഒരുപാട് ജനങ്ങളെ വളരെ ദുഷ്ടന്മാരും ഭക്ഷണസുഖവും ഈ വിഷയസുഖവും മാത്രം മതി, അതിനു വേണ്ടി എപ്പോഴും എന്തെങ്കിലും ചെയ്യണ ആൾക്കാരാണ്. അതാണ് ഏറ്റവും അവർക്ക് പ്രധാനം. അവനവൻ്റെ ഈ രതിസുഖവും ഭക്ഷണം കൊണ്ടുണ്ടാവുന്ന സുഖവും അതായത് ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമേ അവർക്ക് പ്രധാനമുള്ളൂ കലികാലത്തെ ആൾക്കാർക്ക്. അപ്പം എന്താ വെച്ചാൽ അതിനായിട്ട് എന്തു ചെയ്യും, വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ നോക്കാതിരിക്കാം. പിന്നെയോ അങ്കിടും അതെ, സമർത്ഥന്മാരായ പുത്രന്മാരെ ആണെങ്കിലും അച്ഛനന്മാരെ അങ്കിടും രക്ഷിക്കലൊക്കെ കുറവാണ്. അതൊക്കെ കുറയും എന്നർത്ഥം. ന രക്ഷിഷ്യന്തി മനുജാഹ സ്ഥവിരൗ പിതരാവപി പുത്രാൻ സർവാർത്ഥകുശലാൻ ക്ഷുദ്രാഹ ശിഷ്ണോദരംഭരാഹ. അതായത് ഇപ്പോൾ അങ്ങോട്ടും രക്ഷിക്കലും ഒരു സപ്പോർട്ടായി നിൽക്കലൊക്കെ കുറഞ്ഞു വരും. ഇനി നമുക്ക് ഒരു ശ്ലോകം കൂടിയും ചെയ്യാൻ സമയമുണ്ടോ നോക്കാം. 43 കൂടിയും ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ, അറിയില്ല. 43 കൂടിയും ചെയ്യാം. കലൗന രാജൻ ജഗതാം പരം ഗുരും ത്രൈലോക്യനാഥ നതപാദപങ്കജം പ്രായേണമർത്യ ഭഗവന്തമച്യുതം യക്ഷ്യന്തി പാഖണ്ഡ വിഭിന്നചേതസഹ. അതും കൂടി കഴിഞ്ഞ് നിർത്താം. അപ്പോൾ രാജാവേ എന്താ പറയണേ,
പിന്നെ സുഖബ്രഹ്മർഷി ഹേ രാജൻ കലൗഹു മർത്യാഹ, ഈ കലികാലത്ത് മനുഷ്യർ പാഖണ്ഡ വിഭിന്ന ചേതസ, ഈ നാസ്തികന്മാരായിട്ട്, അതായത് വേദങ്ങളിലും ആത്മാവിലും കർമ്മത്തിലൊന്നും വിശ്വസിക്കാത്തവരായിട്ട്, ഭ്രഷ്ടചിത്തരായിട്ട്, അതായത് ചിത്തം നഷ്ടപ്പെട്ടവരായിട്ട്, ജഗതാം പരം ഗുരും, ഈ ജഗത്തിൻ്റെ പരമഗുരുവും പിന്നെയോ അച്യുതം പരമഗുരുവും ആയിട്ടുള്ള അച്യുതം ഭഗവാനെ, ത്രൈലോക്യനാഥാനതപാദപങ്കജം ഭഗവന്തം, അതായത് ബ്രഹ്മാദിദേവന്മാരാൽ പോലും വന്ദിക്കപ്പെടുന്ന ഈ പാദാരവിന്ദങ്ങളോട് കൂടിയ ഭഗവാനെ എന്താ യക്ഷ്യന്തി, ആരാധിക്കാതെ ഒന്ന്. അതായത് ഭഗവത് ഭക്തിയൊക്കെ തീരെ കുറയും. എന്താണ് പറഞ്ഞതിൽ വെച്ചാൽ പിന്നെ ഹേ പരീക്ഷിത് മഹാരാജാവേ, ഈ കലികാലത്തിൽ മിക്ക ആൾക്കാരും നാസ്തികന്മാരാവും, അല്ലെങ്കിൽ ഇതിലൊന്നും എന്നിട്ട് മനസ്സൊക്കെ വേണ്ട പോലെ എന്നുള്ള മനസ്സൊന്നും അല്ലാതെ നാസ്തികന്മാരെ ഒന്നിനും വിശ്വാസമില്ലാതെ ഈ കാണുന്ന ലോകത്തിൽ മാത്രം വിശ്വസിച്ച് സുഖഭോഗങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവർ സർവ്വലോകത്തിൻ്റെയും ഗുരുവായിട്ടുള്ള ഭഗവാനെയും ബ്രഹ്മാദിദേവന്മാരാൽ പോലും വന്ദിക്കപ്പെടുന്ന പാദാരവിന്ദങ്ങളോട് കൂടിയ ഭഗവാനെ കാര്യമായിട്ട് ആരാധിക്കുന്നവർ വളരെ കുറവാവും കലികാലത്തിൽ. ഭഗവത് ഭക്തന്മാരൊക്കെ വളരെ കുറവായിത്തീരും, ഒക്കെ നാസ്തികന്മാരാവും അനവധി ആൾക്കാർ എന്നാണ് പറയണത് കേട്ടോ ഇതിൽ. അതായത് ഭഗവാൻ ഭക്തിയുള്ളവരൊക്കെ വളരെ ദുർലഭവും. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരൊക്കെ ഈ കാണുന്ന ലോകത്തിലെ സുഖ വിഷയങ്ങളിൽ മാത്രം താല്പര്യത്തോടു കൂടിയവരായിരിക്കും എന്ന് പറയുകയാണ്. കലൗനരാജൻ ജഗതാം പരം ഗുരും ത്രൈലോക്യനാഥാനത പാദപങ്കജം, എല്ലാവരാലും ബ്രഹ്മാദിദേവന്മാരാൽ പോലും നമിക്കുന്ന അങ്ങയുടെ പാദപങ്കജത്തിനെ മറക്കുന്ന പ്രായേണമർത്യ, മിക്കവാറും എല്ലാവരും തന്നെ ഭഗവന്തം അച്യുതം അങ്ങനത്തെ ഭഗവാനെ ഈ നാസ്തികന്മാരായിട്ടുള്ള അനവധി ആൾക്കാർ അങ്ങയെ ഭജിക്കാതെ ആവും, അങ്ങനെയുള്ളവരാവും അധികം എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. 43 കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.